എങ്ങനെ പോയാലും ഒരു 65,000-70,000 രൂപ ഒരു മാസം മിച്ചം പിടിക്കാൻ കിട്ടും. മതി നമുക്ക് ജീവിക്കാനായിട്ട്, ലാവിഷമായിട്ട് ജീവിക്കാം അല്ലേ? അത് അതിനകത്തുനിന്ന് നമ്മൾ ചിട്ടിയും വട്ടിയും ചിട്ടിയും ഒക്കെ പോവുള്ളൂ. ബാലൻസ് എന്തായാലും 70,000 രൂപ എന്തായാലും നമുക്ക് ബാലൻസ് കിട്ടും. വീട്ടിലേക്ക് ചായക്കുള്ള പാലിന് വേണ്ടി ഒരു പശുവിൽ തുടങ്ങി 11 പശു വരെ എത്തി നിൽക്കുന്ന മുൻ പ്രവാസിയായിരുന്ന ഒരു കർഷകന്റെ പശുഫാമാണ് നമ്മളിത് കാണാൻ പോകുന്നത്. അപ്പൊ എടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോബി. നമ്മളിപ്പോൾ ഉള്ളത് പൂക്കാട്ടുപടിക്ക് അടുത്ത് പഴങ്ങനാടുള്ള അഗസ്റ്റിൻ ചേട്ടന്റെ വീട്ടിലാണ്. ഇദ്ദേഹത്തിന് ചെറിയൊരു ഫാമുണ്ട്. ഇദ്ദേഹത്തിന്റെ പശു വളർത്തൽ വളരെ ലാഭകരമാണ്. ഇതിന് കാരണമായി ഇദ്ദേഹം 3 കാരണങ്ങളാണ് പറയുന്നത്. ഒന്നാമത് ഫാമിലേക്കുള്ള പശുക്കളെ കുത്തിവെക്കാനുള്ള സെമൻ തിരഞ്ഞെടുക്കുന്ന രീതി, രണ്ടാമതായി ഫാമിലേക്കുള്ള പശുക്കളെ തിരഞ്ഞെടുക്കുന്ന രീതി, മൂന്നാമതായി പശുക്കളെ തീറ്റക്രമത്തിലുള്ള രീതി. ഈ 3 കാരണങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ചേട്ടാ നമസ്കാരം, പേര് പറയാവോ? അഗസ്റ്റിൻ ചാക്കോ. ഇത് 2 മക്കളല്ലേ? 2 മക്കള്, മൂത്തയാള് രണ്ടാമത്തെ ആള്. നമ്മുടെ സ്ഥലം പറയോ? പഴങ്ങനാട്. 2 മക്കളും ചേട്ടനും ഒരുമിച്ചാണ് ഈ പശു വളർത്തൽ മുന്നോട്ട് പോണേ? എന്നെ പശു വളർത്തുന്നതിന് ഇവര് നല്ല സഹായമാണ് എനിക്ക്. അതെ, നല്ല കാര്യമായിട്ടാ. കാരണം മക്കൾ ഈ പ്രായത്തിലും മക്കൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പശുക്കളെ കൊണ്ടുവരാനൊക്കെ സഹായിക്കുന്നുണ്ട്. അവര് പശുക്കളെ തന്നെ അയച്ച പാടത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ ഞാനിപ്പോ പാലം കൊണ്ടുപോയിട്ട് വരാൻ ലേറ്റ് ആയി പോയാൽ എന്നെ കണ്ടില്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ പശുവിനെ ഇവനഴിച്ച് കൊണ്ടുപോകും, താഴേന്ന് അവനഴിച്ച് കൊണ്ടുപോകും. അതെ, അപ്പൊ മറ്റേ പശുക്കൾ ഓടണ കാരണം ഇവനഴിക്കൂല. പാടത്തുനിന്ന് അഴിച്ചു വിടും. അപ്പൊ അവരിവിടെ വന്ന് കേറിക്കോളും. തന്നെ ഒരു പശുക്കൾ പിന്നെ തന്നെ വന്ന് കേറൂട്ടോ. അവർക്ക് ഒരു ഓർഡർ ഉണ്ട്. ഇവിടെ ഇപ്പൊ 2 തൊഴുത്താണുള്ളത്. ഇവിടെ ഇത് ഫസ്റ്റ് തൊഴുത്തല്ലേ? ഇത് താഴെ ഒരു തൊഴുത്തുണ്ട്, അതിന് 2 തൊഴുത്താണ്. ചേട്ടൻ പ്രവാസിയായിരുന്നല്ലേ? അതെ. ഓക്കെ. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു പശു വളർത്തൽ തെരഞ്ഞെടുത്തത്? ഞാൻ വീട്ടിൽ വന്ന് അപ്പനും അമ്മയും എല്ലാ മക്കളെല്ലാം കൊണ്ട് ഒരുമിച്ച് സ്വസ്ഥമായിട്ട് വീട്ടിൽ കഴിയാൻ വേണ്ടി പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് വന്നതാ. ഓക്കെ. കുടുംബമായിട്ട് ഒരുമിച്ച് നമുക്ക് സമാധാനത്തോടെ കഴിയാൻ വേണ്ടി പശു വളർത്തൽ തെരഞ്ഞെടുത്ത്. എത്ര വർഷം ഉണ്ടായിരുന്നു പ്രവാസ ജീവിതത്തില്? 11 വർഷം ഉണ്ടായി. 11 വർഷം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അവിടെ ജോലി? ഞാൻ ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ ആയിരുന്നു. ഓക്കെ. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഇവിടെ പശു മേടിക്കുന്നത്. ഓക്കെ. ഏകദേശം ഇവന്റെ പ്രായമായപ്പോ പശുവിനെ കറക്കാൻ പഠിച്ചതാ. അതെ, അപ്പൊ മക്കളെ അത് പഠിപ്പിച്ചല്ലേ? അല്ല, അവന് ഇവിടെ പണ്ടൊരു പശു ഉണ്ടായി. അതിനെ ഇവര് രണ്ടുപേരും കൂടി പോയിരുന്ന് കറക്കുമായിരുന്നു. ഞാൻ അവിടെ നിന്ന് കറന്ന് തുടങ്ങുമ്പോ ഇവിടുന്ന് വെക്കേഷൻ ടൈമിലൊക്കെയാണ്. പിന്നെ ഞാൻ തമ്മിൽ അതിനോട് ഇവരെ അങ്ങോട്ട് അടുപ്പിക്കാറില്ല, പൊക്കോളാൻ പറയും. അപ്പൊ ആ പശു ആണെങ്കിൽ എന്ത് ചെയ്താലും ഒന്നും ചെയ്യില്ല, അങ്ങനെ അനങ്ങാതെ നിൽക്കും. പിന്നെ തീറ്റ ഇടുന്നത് മിക്കവാറും വൈകുന്നേര സമയങ്ങളിലൊക്കെ അവനാണ്. മൂത്ത മോൻ ചെയ്യൂലേ? കാരണം ഞാൻ പാലുകൊണ്ട് വന്നേക്കാളും മുമ്പ് ഇവര് വരും. അപ്പൊ സ്റ്റാർട്ടിങ് എത്ര പശു തുടങ്ങിയത്? ഞാൻ തുടങ്ങിയത് ഒരെണ്ണത്തിൽ നിന്ന്. അത് കറവ പശു ആയിരുന്നു? എങ്ങനെയായിരുന്നു? ഒരു ഇടക്കറവ പശു എന്നാണ് തുടങ്ങിയത്. ചേട്ടൻ ആദ്യമേ എന്റെ വീട്ടില് പശു ഉണ്ടായി. അച്ഛനുണ്ടായിരുന്നു. അപ്പൊ ചെറുപ്പം മുതലേ പശു കറവയൊക്കെ പഠിച്ചേക്കണെയാണ്. അപ്പൊ ഗൾഫിൽ നിന്ന് വന്നേച്ചെങ്കിൽ ഞാൻ ഗൾഫിൽ പോണ സമയത്ത് ഇവിടെ പശുവുണ്ട്. അതെയോ? അപ്പൊ അന്ന് എത്ര പശു ഉണ്ടായിരുന്നു? അപ്പച്ചനുണ്ടായിരുന്നപ്പോ? അന്ന് 3 പശു. ഞാൻ ഗൾഫിൽ പോണ സമയത്ത് 2 പശുവുണ്ട്. ഞാൻ ലീവിന് വരുമ്പോൾ അതിന് കറക്കുന്നത് ഞാനായിരുന്നു. അത് കഴിഞ്ഞാൽ അതിനൊക്കെ കൊടുത്തതിന് ശേഷം ഈ ഒരു തൊഴുത്ത് ചായക്ക് പാലിന് ഒരു പശു വളർത്തണം. അപ്പൊ തൊഴുത്തില്ലാത്തതുകൊണ്ട് ഒരു തൊഴുത്ത് പണിതപ്പോ വലുതാക്കി പണിതു. ഇതിനകത്ത് 7 പശുവിനെ ഞാൻ കെട്ടി കറന്നുകൊണ്ടിരുന്നതാ, താഴെ തൊഴുത്ത് പണിനേക്കാളും മുമ്പ്. നേരത്തെ അപ്പൊ അപ്പച്ചനുണ്ടായിരുന്നപ്പോ തൊഴുത്ത് വേറെ ആയിരുന്നോ? അത് വീടിന്റെ അപ്പുറ സൈഡില് വീടിനോട് ചേർന്ന് തന്നെയായിരുന്നു. പണ്ടത്തെ കാലത്ത് അങ്ങനെയായിരുന്നു, നമ്മുടെ കണ്ണവിടെ എത്താൻ വേണ്ടിയല്ലേ? ഓക്കെ. അപ്പൊ ഇപ്പൊ എത്ര പശുവുണ്ട്? ഇപ്പൊ 11 ഉണ്ട്. എങ്ങനെയാണ് ഈ ഒരു പശുവിൽ നിന്ന് 11 പശുവിലേക്ക് എത്തിയത്? ഒരു പശുവിനെ വളർത്തിയത് ചായക്ക് പാലിന് വേണ്ടി മാത്രം വളർത്തിയതാ. അതെയോ? അപ്പൊ തൊട്ടടുത്തവരൊക്കെ പാല് ചോദിച്ചു. അപ്പൊ എന്തായാലും ഒരെണ്ണം വളർത്തുന്ന ബുദ്ധിമുട്ടല്ല, അന്ന് ഒരെണ്ണം മേടിക്കാന്ന് ചോദിച്ചാൽ അങ്ങനെ 2 2 മേടിച്ച് കഴിഞ്ഞപ്പോ പാലിന് വീണ്ടും ചെലവ് കൂടി. അപ്പൊ കറവക്കാരൻ നിർത്തി. അപ്പൊ 1 വാങ്ങിച്ചു. അങ്ങനെ 6 വരെയായി. അത് കഴിഞ്ഞ് പിന്നെ കറവക്കാരൻ ഒഴിവാക്കി പശുക്കളൊക്കെ ഒരു സമയത്ത് ഞാൻ കൊടുത്തായിരുന്നു. അത് ഞാൻ വീണ്ടും വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം സ്വന്തമായിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ എത്ര പശു വരെ ആയപ്പോഴാണ് ചേട്ടൻ അത്യാവശ്യം നല്ലൊരു പൈസ കിട്ടിയത്? 4 പശുവുള്ളപ്പോ അത്യാവശ്യം പശുവായി. ആ സമയത്ത് ഞാൻ ടാക്സി ഓടിക്കണ്ടായി. അതെയോ? ഇടയ്ക്ക് ജോലി ഉണ്ടല്ലേ? അപ്പൊ അതിനുശേഷം വണ്ടി വിറ്റതിന് ശേഷമാണ് ഞാൻ 6 പശുവിലേക്ക് ആയത്. 6 പശുവിലേക്ക് പിന്നെ പശു മാത്രമായി. ഇപ്പൊ ഇവിടെ എത്ര ലിറ്റർ പാലുള്ള പശുക്കളോടെ ഉള്ളത്? ഇതില് 12 ലിറ്റർ മേളിലേക്കുള്ള പശുക്കൾ ആരുമില്ല. അതെയോ? എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ 12 പാൽ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ അസുഖങ്ങൾ കുറവാണ്, അതുകൊണ്ട്. നമ്മള് 15ഉം 20ലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ 20ന്റെ പശുവൊക്കെ ഞാൻ വളർത്തിയതാണ്, നിർത്തിയതാ. അപ്പൊ എല്ലാവരും പറയും നീ 4 പശു വളർത്താൻ നേരം 2 പശു വളർത്തി കഴിഞ്ഞാൽ
അങ്ങനെ ഞാൻ 20 ലിറ്ററിൻ്റെ പശുവിനെ മേടിച്ച് കൊടുത്തിട്ട് വളർത്തിയിട്ട് അത് നമുക്കത്ര ഇതായില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ 12 കൂടുതൽ പാലുള്ള പശുക്കളെ വാങ്ങിക്കാറില്ല. അധികം ജേഴ്സി പശു 2 ഉള്ളൂ, 2-3 ജേഴ്സി. ഇത് ജേഴ്സി, ഇത് ജേഴ്സി. ജേഴ്സി കിട്ടാത്തപ്പോഴാണ് എച്ചപ്പിലേക്ക് ഞാൻ പോകുള്ളൂ. അത് ജേഴ്സി ക്രോസ് ആണ്. നിലവിൽ ഈ നിൽക്കുന്നതിൽ അകിടുവീക്കം, ഈ നിൽക്കുന്ന ഒരു പശുവിനും അകിടുവീക്കം വന്നിട്ടില്ല. ഈ 4 പശുക്കളിൽ ഒന്നിനും അകിടുവീക്കം ഇതുവരെ വന്നിട്ടില്ല. പശു വളർത്തുകൊണ്ട് എപ്പോഴും നമ്മുടെ പോകല് ഒരു 100 രൂപയുടെ പൈസ എപ്പോഴും ഉണ്ടാവും. ഇപ്പൊ നമ്മൾ വേറൊരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ ശമ്പളം കിട്ടുമ്പോൾ പൈസ ഉണ്ടാവുള്ളൂ, മാസാവസാനമാണ് നമ്മുടെ കാശ് ഉണ്ടാവുള്ളൂ. ഇത് നമ്മുടെ പോകലിൽ എപ്പോഴും പൈസ ഉണ്ടാവും. ഇനി വേറെ വേറെ ഒരാളോട് 1000 രൂപ രാവിലെ പോയി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും. അവന് വരുമാനമുള്ളത് നാളെ തിരിച്ചു വരുമെന്നുള്ളത് അത് അങ്ങനെ ഒരു ഇതും കൂടി ഇതിനകത്തുണ്ട്. ഇപ്പൊ നമുക്കിപ്പോ ഒരു പശു മേടിക്കുന്നത്, ഇപ്പൊ എവിടെന്നെങ്കിലും ഒരു പശു, നല്ലൊരു പശു മേടിക്കും, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് കരുത്തി കിടപ്പുണ്ടല്ലോ, അതുകൊണ്ട് പണയം വയ്ക്കും, പശു മേടിക്കും. പിറ്റത്തെ മാസം ഇവരുടെ പാലിന്റെ പൈസ കിട്ടിക്കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും അത് ഇടിപ്പിക്കും. അങ്ങനെയൊക്കെയാണ് ഇവര് 11 വരെ ആക്കിയേക്കണേ. ഞാൻ എന്തായാലും നമുക്ക് ഈ പശുക്കളൊന്ന് പരിചയപ്പെടാം. ചേട്ടാ, ഇത് എത്ര ലിറ്റർ പാലുൽപാദനം ഉള്ളതാണ്? ഈ പശു ഞാൻ ഇടക്കറവ മേടിച്ചാണ്, പ്രസവിച്ച് 2 മാസം കഴിഞ്ഞപ്പോ. അപ്പൊ അന്നേരം എനിക്ക് രാവിലെ 10ഉം ഉച്ചയ്ക്ക് 6ഉം പാല് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ രാവിലെ ഒരു 7.5 പാലും ഉച്ചയ്ക്ക് 5 ലിറ്റർ പാലും ഉണ്ട്. എത്രാമത്തെ പ്രസവം ഇതിപ്പോ ഞാൻ വാങ്ങിച്ചപ്പോ 3-ാമത്തേന്ന് പറഞ്ഞ എനിക്ക് തന്നത്. 3-ാമത്തെയാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഈ പശു ഈ ഒരു ആഴ്ചകൾ വാങ്ങിയിട്ട് ഇത് രാവിലെ 10ഉം ഉച്ചയ്ക്ക് 6ഉം പാലെന്ന് പറഞ്ഞാൽ തന്നേക്കണം മേടിച്ചത്. നമുക്കിപ്പോ കിട്ടാനായിട്ട് പശു നമ്മുടെ തീറ്റയിലേക്ക് ആണെങ്കിൽ വരുന്നു. അപ്പൊ പശുവിന് അവര് എപ്പോഴും പുല്ല് തന്നെ കൊടുത്തുകൊണ്ടിരുന്ന പശുവാണ്. ഇത് പശു പൈനാപ്പിൾ ഒക്കെ തിന്ന് തുടങ്ങണുള്ളൂ. അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ 2 ദിവസമായിട്ട് ഞാൻ പാടത്ത് കൊണ്ടുപോയി തുടങ്ങി. അപ്പൊ പാടത്തു നിന്ന് തിന്നും. എത്രാമത്തെ പ്രസവമുള്ള പശുക്കളെ ചേട്ടൻ തെരഞ്ഞെടുക്കുന്നത്? ഞാൻ പശു മേടിക്കുന്ന വെച്ചാല് നിലവില് പശുക്കളുടെ ഒന്നിനും ചെന പിടിച്ച് കിട്ടുന്നില്ല. അപ്പൊ ആദ്യമൊക്കെ പശു വാങ്ങിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ അല്ലെങ്കിൽ 2-ാമത്തെ, ഏറ്റവും കൂടി പോയി കഴിഞ്ഞാൽ 3-ാമത്തെ പ്രസവമാണ് മേടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നോക്കി ഏറ്റവും കൂടുതൽ പ്രായമുള്ള പശു ഇതാണ്. അപ്പൊ അതിനുള്ള പൈസ ഇത് ആയുള്ളൂ. നമ്മള് 80,000 90,000 കൊടുത്ത പശു മേടിക്കുന്നതിനും ഭേദം ഇതിപ്പോ 55,000 രൂപയുടെ ആയുള്ളൂ. നമ്മുടെ കയ്യിലുള്ള പൈസ കൊണ്ട്, അതായത് ഒരു മാസത്തെ പാലിന്റെ പൈസ മിച്ചം വെച്ചെന്ന പൈസ കൊണ്ടുപോകാണ് ഇതിനെ വാങ്ങിയത്. ഇനിയിപ്പോ ഇതിപ്പോ എങ്ങനെ പോയാലും നമുക്ക് ചെന പിടിച്ച് കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് ലാഭം ഇത് തന്നെയാണ്. നമുക്ക് പശു ആരോഗ്യം ഉണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. പ്രസവ പ്രായം അത് വിഷയമല്ല. സാധാരണ ഇപ്പൊ കന്നിക്കറവ പശുക്കള് അല്ലെങ്കിൽ 2ാമത്തെ പ്രസവമുള്ള പശുക്കള്, ചേട്ടൻ വളരെ വ്യത്യസ്തമായ ഒരു ചിന്താഗതിയിലൂടെ. ഇല്ല, പ്രായമുള്ള പശുക്കൾ എന്ന് വെച്ചാൽ ഇവരൊക്കെ ഇതേമാതിരി ഇത്രയും പ്രായം വരെ നിൽക്കണമെങ്കിൽ നല്ല പശു ആയതുകൊണ്ടാണ് ഇത് ഇത്രയും പ്രായം വരെ നിൽക്കുന്നത്. ഇതിപ്പോ ആ പശു ഈ പശു വല്ല തട്ടലോ കുത്തലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം, പാലിന് കൊഴുപ്പില്ലായ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പശുവിന് ഇത്രയും പ്രശ്നം വരെ പശുവിനെ ആരും നിർത്തൂല. വീടുകളിലാണോ അത് എങ്ങനെയാണ്? ഒരു സ്വന്തപ്പെട്ടൊരു വീട്ടിൽ നിന്ന് വാങ്ങിയതാ. വീടുകളിൽ നിന്ന് എടുക്കാൻ ഞാൻ അധികം വീടുകളിൽ നിന്ന് എനിക്ക് താല്പര്യക്കുറവാണ്. കച്ചവടക്കാരുടെ നിന്നാണ് അധികം എടുക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ട് അവർ പറയുന്ന പാല് കിട്ടും? എങ്ങനെയാ കച്ചവടക്കാരെ എടുത്തു കഴിഞ്ഞാൽ പറയുന്ന പാലിൽ നിന്ന് മിക്കവാറും 1 ലിറ്റർ പാലിനൊക്കെ കുറയുള്ളൂ. വീടുകളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ അവര് മിക്കവാറും ആൾക്കാരൊക്കെ പ്രസവിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ പ്രസവിച്ച് ഒരാഴ്ചക്ക് ഉള്ളില് അവര് ആ പശുവിനെ അവിടുന്ന് ഒഴിവാക്കും. എന്നിട്ട് പറയും കഴിഞ്ഞ പേരിൽ 10 കിട്ടി, 2ാമത്തെ പേരിൽ 12 കിട്ടും. എന്നിട്ട് 12 ലിറ്റർ പാല് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങും. നമുക്ക് ഇവിടെ 8 ലിറ്റർ പാലേ കിട്ടുള്ളൂ. ഇവിടെ ചേട്ടനെ പശുക്കളെ സെലക്ട് ചെയ്യുന്ന രീതി വ്യത്യസ്തമാണ് അല്ലേ ചേട്ടാ? അതെ, ഞാൻ അധികം പശു മേടിക്കുകയാണെങ്കിൽ കുട്ടിയില്ലാത്ത പശുവിനാണ് എനിക്ക് ഇഷ്ടം കൂടുതൽ. എനിക്ക് കുട്ടികളെ വളർത്തുന്നതിനോടോ അതിനെ പരിപാലിക്കുന്ന താല്പര്യം ഇല്ല. കാരണം നമുക്ക് ഒരു കുട്ടീനെ പരിപാലിച്ച് വലുതാക്കി വരുന്ന നേരം കൊണ്ട് ഒരു 4 പശു മേടിക്കാനുള്ള പൈസ ഈ കുട്ടിയിലേക്ക് മുടക്കാനാണ് നമുക്ക് ഈ ഒരു കുട്ടി പശുവായി കിട്ടുള്ളൂ. ആ കാശ് നമ്മൾ ഒരുമിച്ച് അത് മുടക്കുകയാണെങ്കിൽ 4 പശു മേടിക്കാം. ചിലപ്പോൾ ചോദിക്കും കിടാവുണ്ടോ എന്ന് ചോദിക്കും. ഇതുവരെ ചേട്ടൻ കുട്ടികളെ വളർത്തിയിട്ടില്ല? ഞാൻ അങ്ങനെ ഇതുവരെ വളർത്തിയിട്ടില്ല. ഈ കാണുന്ന പശു എത്ര വർഷമായിട്ട് ഇവിടെ ഉള്ളതാ? ആ പശു ഒരു 2 വർഷമായിട്ട് ഇവിടെ ഉള്ള പശുവാ. അതിന്റെ കുട്ടി ഉണ്ടായിരുന്നില്ല വാങ്ങിയപ്പോ, പ്രസവിച്ച് 1 മാസം കഴിഞ്ഞപ്പോ വാങ്ങിയതാണ്. എനിക്ക് 11 ലിറ്റർ പാല് രാവിലെ 6 ലിറ്റർ പാല് ഉച്ചയ്ക്കും ഉണ്ട് എന്ന് പറഞ്ഞ് തന്നതാണ്. ഒരു ഫാമിൽ നിന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് ഇവിടെ രാവിലെ 13 ലിറ്റർ പാല് ഉച്ചയ്ക്ക് 8 ലിറ്റർ പാലും കിട്ടി. പറഞ്ഞതിലും കൂടുതൽ പാല് കിട്ടി. അപ്പൊ ആ വീട്ടിൽ അവിടെ പശു വയ്ക്കോല് മാത്രമേ തിന്നിട്ടുണ്ടായുള്ളൂ. അപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു ദിവസം പാടത്തേക്ക് വെറുതെ തീറ്റാൻ കൊണ്ടുപോയി. അപ്പൊ നന്നായിട്ട് ഇപ്പൊ തന്നെ പാടത്തുനിന്ന് തിന്ന് വയറ് നിറഞ്ഞാ വന്നത്. അത്യാവശ്യം ഇതില് ഈ കൂട്ടത്തില് വലിയ പശു അതല്ലേ?
ആ ഈ കൂടുതൽ വലിയ പശു അതാ. അതെ അതെ, ഓക്കെ ഓക്കെ. എനിക്ക് തോന്നുന്നത് നീണ്ട കറ വീട്ടിൽ കാണുമോ എന്ന് തോന്നുന്നു. ആ പശു ഇപ്പോഴും കറക്കുന്നുണ്ട്. ഇപ്പോഴും ഇപ്പൊ കറക്കുന്നുണ്ട്. ഈ ഫെബ്രുവരി വരുമ്പോ ഞാൻ വാങ്ങിയിട്ട് 2 വർഷം പൂർത്തിയാവും. അതെയോ? ഇപ്പൊ രാവിലെ 5 ലിറ്റർ പാല്, ഉച്ചയ്ക്ക് 3 ലിറ്റർ പാലും കിട്ടുന്നു. ഈ കാണുന്ന തൊഴുത്താണ് ചേട്ടൻ ആദ്യമായിട്ട് പണിത് അല്ല ചേട്ടാ? അതെ. ഓക്കെ, ഇതിനിപ്പോ എത്ര ചെലവായിട്ടുണ്ട് പൈസ? ഞാൻ ഈ തൊഴുത്ത് പണിതത് ഇപ്പൊ നിലവിൽ കാണുന്ന തൊഴുത്ത് 3 സ്റ്റെപ്പായിട്ടാണ് ഞാൻ. അതായത് ആദ്യമേ തന്നെ ഈ ഇവിടം വരെയുള്ള പൊക്കത്തില് പണിതേക്കും ജസ്റ്റ് ഒരു ഷീറ്റ് വലിച്ചു കെട്ടി. അന്ന് ഒരു പശു ഉള്ളൂ. അത്യാവശ്യം ഒരു ഷീറ്റൊക്കെ വലിച്ചു കെട്ടിയാണ് ആദ്യം ചെയ്തത്. അപ്പൊ അത് ഇങ്ങനെ മേച്ചിലുണ്ടായില്ല. അത് കഴിഞ്ഞപ്പോൾ അത് മേഞ്ഞു. മേഞ്ഞു കഴിഞ്ഞപ്പോൾ ചൂട് ഭയങ്കരമായിട്ട് അടിക്കുന്നതുകൊണ്ട് അതിന്റെ സെന്റർ തിരിച്ചിട്ട് ഫ്ലൈവുഡ് അടിച്ചു. ഫ്ലൈവുഡ് അടിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ വക്യൂല് വെക്കാനൊരു ഗ്യാപ്പ് സ്ഥലവും കിട്ടി. അപ്പോൾ വക്യൂല് വാങ്ങുന്നത് അതിന് മുകളിൽ കയറ്റി വെക്കുകയും ചെയ്യും. പശുക്കൾക്ക് തണുപ്പുമാണ്. തൊഴുത്തില് ഫാനിന്റെ ആവശ്യമില്ല. ഇത് അന്ന് അതുപോലെ തന്നെയാണ് നേരത്തെ? ഇതൊക്കെ ആദ്യമേ ഉള്ളതാണ്. ഓക്കെ. അപ്പൊ ഇത് പശുക്കൾക്ക് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും? വെള്ളം ഒഴിച്ചു കൊടുക്കും. പിന്നെ റബ്ബർ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ മൂത്രവും പിന്നെ അതുപോലെ പശുക്കളെ കുളിപ്പിക്കുന്ന വെള്ളമൊക്കെ എങ്ങോട്ടാ പോണേ? അത് താഴേക്ക് ഒഴുകി പോകും. അവിടെ റബ്ബറുണ്ട്, ആ റബ്ബറിലേക്ക് പോകും. പിന്നെ ജാതിയുടെ വീട്ടിലേക്ക് പോകും. അങ്ങനെ താഴേക്ക് വെക്കോളും. ഇതുപോലത്തെ തൊഴുത്തന്നെ 7 പശുവിനെ സുഖമായിട്ട് വളർത്താം. 7 പശുവിനെ വളർത്തിക്കൊണ്ടിരുന്നാണ് ഇതിനകത്ത്. പിന്നെ ഇവിടെ പിന്നെ കുറച്ച് നടക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ വെള്ളം വെക്കാൻ, വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കൂല? വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അത് ഇപ്പൊ നമ്മൾ രാവിലെ കറക്കാൻ വരുമ്പോ വെള്ളം ഇല്ലെങ്കിൽ കുളിപ്പിക്കാനൊക്കെ അത്യാവശ്യം ഒരു പാത്രം വെള്ളം അവിടെ പിടിച്ചു വെക്കും. കറണ്ട് ഇല്ലെങ്കിൽ പിന്നെ അത് ഇവർക്ക് വെള്ളം കൊടുക്കുന്ന സമയത്ത് കറണ്ട് ഇല്ലെങ്കിൽ അതിനകത്ത് വെള്ളം എടുത്ത് വെള്ളത്തിൽ തീറ്റയിൽ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ വെള്ളം ഞാൻ എപ്പോഴും സ്റ്റോക്ക് ചെയ്യും ഇവിടെ. ഇനി നമുക്ക് രണ്ടാമത്തെ തൊഴുത്ത് കാണാം. ഈ ഒരു ചെറിയൊരു വഴിയുണ്ട്. ഈ വഴി കൂടെയാണ് ഇറങ്ങി പോകുന്നത്. കുറച്ച് ഇറക്കമുണ്ട്. ഇതേ കാണുന്ന ഷെഡാണ് രണ്ടാമത്തെ തൊഴുത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പശു തൊഴുത്ത് പണിതിട്ട് ഇപ്പൊ എത്ര നാളാ ചേട്ടാ? ഈ തൊഴുത്ത് പണിതിട്ട് 3 വർഷമായി. 3 വർഷമായി. ഓക്കെ. ഇത് മേഞ്ഞിട്ട് ഷീറ്റ് മേഞ്ഞിട്ട് 1 വർഷം ആവണുള്ളൂ. 1 വർഷം ആവുന്നു. അതിന് മുമ്പ് ഇത് മറ്റേ ഈ ആംഗ്ലറുടെ ഒക്കെ ഉണ്ടായി. ഷീറ്റ് മാത്രമല്ല, അത് ഞാൻ ടർപ്പായി കെട്ടിയൊക്കെ ചെയ്ത്. എന്തോ ഓണത്തിനാണ്. കഴിഞ്ഞ വർഷം ഓണത്തിന്. പിള്ളേർക്കും അറിയാം പശുക്കളുടെ കാര്യം. ഇത് മേയാനായിട്ടുള്ള പൈസ, ഇത് ഈ തൊഴുത്തിന്റെ കംപ്ലീറ്റ് പൈസ പാലിന്റെ പൈസ മാത്രം എടുത്താണ് പൈസ. പശുവിന്റെ പാല് വിറ്റ് കിട്ടിയ കാശിൽ നിന്ന് എടുത്താണ് ഈ തൊഴുത്ത് മേഞ്ഞതടക്കം. നമ്മൾ കുറച്ച് പൈസ കൂട്ടി വെക്കാതെ. ഇത് ഷീറ്റ് വാങ്ങിക്കാനുള്ള പൈസ കിട്ടിയത് മിൽമേന്ന് പാലിന്റെ സബ്സിഡി ഡിപ്പ ആ പൈസ കൊടുത്ത് ഷീറ്റ് വാങ്ങി ഇത് മേഞ്ഞത്. അങ്ങനെ അതുവരെ ഞാൻ ടർപ്പായി കെട്ടിയിട്ടാണ്. അപ്പൊ ഒറ്റയടിക്കല്ല നമ്മൾ പണിതത്. അതും കുറേശ്ശെ ചെറിയ രീതിയിൽ പൈസ ഉള്ളതനുസരിച്ച് പണിത് അല്ലേ? ഓക്കെ. ഈ പശു തൊഴുത്ത് എത്ര പശുക്കളെ നിർത്താവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്? 7 പശു. 7 പശു. ഇതിപ്പോ എന്താ 2 സെക്ഷൻ ആയിട്ട് നിർത്തിയേക്കുന്നത്? ഇത് പാലുള്ള പശുക്കൾ കൂടുതൽ അങ്ങനെ വല്ലതാണോ? അങ്ങനെയൊന്നുമില്ല. സാധാരണ വാങ്ങി കൊണ്ടുവന്നതിൽ പുതിയ പശുവിനെ വാങ്ങി കൊണ്ടുവന്ന് ഞാൻ ഈ തൊഴുത്തിലേക്കാണ് കൊണ്ടുവന്ന് കെട്ടാറ്. നമുക്കിപ്പോ ഒരു പശുവിനെ വാങ്ങി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പശു ഒന്ന് വീണുപോയി, ഒന്ന് കിടന്നു പോയി കഴിഞ്ഞാൽ ആ തൊഴുത്തിൽ സൗകര്യക്കുറവാ. ഇപ്പൊ ഇവിടെ ആവുമ്പോ പശു ഒന്ന് കടന്നു പോയി, എങ്ങനെയെങ്കിലും 2 പേരെ വിളിച്ചാലും പുറത്തേക്ക് ഇറക്കിയിടാം. ഓക്കെ. കുറച്ചും കൂടെ വിശാലമായിട്ടാണ് പണിതേക്കുന്നത്. അത് കുറച്ച് എന്താ പറയാ, ആദ്യമേ പണിത് നമ്മൾക്ക് അത്രയും ഐഡിയ ഉണ്ടായില്ല ഇതുപോലെ വളർത്താം. അപ്പൊ നമ്മൾ ഒരു പശുവിനെ വളർത്താൻ വേണ്ടിയിട്ടാണ് അത് പണിതത്. അപ്പൊ ഇതുപോലത്തെ ഒരു ഐഡിയ അന്നേരം മനസ്സിലുണ്ടായില്ല. അപ്പൊ ഈ കാണുന്ന തൊഴുത്തിലുള്ള HF ക്രോസ് ആണ്. അതെന്താ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഈ ഒരു HF ക്രോസിന് നിർത്തിയത്? അവിടെ എല്ലാം മിക്സ് ആലോ. ഈ തൊഴുത്തിലേക്കുന്ന 2 പശുവിനെ അവിടെ കെട്ടിക്കൊന്നു കഴിഞ്ഞപ്പോ ഇവിടെ 3 HF പശുവും 2 ജേഴ്സി പശു നിന്നപ്പോൾ കാണാനൊരു ഭംഗി കുറവ് കാരണം 2 പേരെ ഇങ്ങോട്ട് കൊണ്ടു കെട്ടി 2 പേര് അങ്ങോട്ട് കൊണ്ടുപോയി. ശരിയാണ് ചേട്ടൻ പറഞ്ഞ ശരിയാണ്. ഇവിടെ കാണാൻ നല്ല ചന്താണ്. അല്ലെ വൈറ്റും പിന്നെ ബ്ലാക്കും കൂടെ കൂടിയത് അല്ലേ? പിന്നെ ഇതിപ്പോ എത്ര ലിറ്റർ പാലുൽപാദനമുള്ള പശുക്കളാണ് ഉള്ളത് ഇവിടെ ഉള്ളത്? ഇവിടെ ഉള്ളതില് ആ പശുവിന്റെ ഇപ്പുറത്ത് നിൽക്കുന്ന പശുവാണ് ഇപ്പൊ പ്രസവിച്ചിട്ട് 1 മാസമായ പശുവാണ്. അതിനിപ്പോ രാവിലെ 11 ലിറ്റർ പാലുണ്ട്. അതല്ലേ? ഓക്കെ. ഒരു മുട്ട പശു ഉള്ളൂല്ലോ, അതിനും സെലക്ട് ചെയ്ത്? അതും ചിന്താമണി പശുവാണ് അത്. അതെയോ? അത് ഇപ്പൊ ചെനയാ. കറവയുണ്ട്. 6-3 പാല്, 6-4 പാലുണ്ട്. 5 മാസം ചെനയാണ്. അതിന്റെ അപ്പുറത്തെ പശുവും 5 മാസം ചെനയാണ്. ആ 2 പശുവും ചിന്താമണി പശുവാണ്. ഓക്കെ ചേട്ടാ, ഞങ്ങൾ വന്നപ്പോ ഈ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന പശുക്കളെ നിർത്തി അതെന്താ ബാക്കിയുള്ളവരൊക്കെ പുറത്തിറക്കിയല്ലോ? ഇവര് ഹെവിയാണ്. അപ്പൊ അവര് പാടത്തേക്ക് പോയി കഴിഞ്ഞാൽ താഴ്ന്ന പാടാണ്, ചവിട്ടി കയറി പോരൂല. അപ്പൊ അതുകൊണ്ടാണ് ഇവരെ കൊണ്ടുപോകാത്തത്. ഇത് നിങ്ങൾ എല്ലാ ദിവസവും പുറത്തേക്ക് വിടുക? എല്ലാ ദിവസവും രാവിലെ ഒരു 7:30-7:45 ആകുമ്പോഴത്തേക്കും പാടത്തേക്ക് പറഞ്ഞു. ഇനി ഇവിടെ പശുക്കൾക്ക് കൊടുക്കുന്ന തീറ്റ എന്താണ് നമുക്ക് കാണാം. ഇവിടെ ഇപ്പൊ പൈനാപ്പിൾ തണ്ടാണ് കൊടുക്കുന്നത്. പൈനാപ്പിൾ തണ്ട് മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത്. പൈനാപ്പിൾ തണ്ടും തീറ്റപ്പുല്ല് CO5 പുല്ല് നട്ടിട്ടുണ്ട്. എവിടെ? ഞങ്ങൾ വന്ന വഴിയില് ഞങ്ങളുടെ പള്ളിയുടെ പറമ്പാണത്. അത് പാട്ടത്തിനടുത്തേക്ക് അവിടെ നട്ടിട്ടുണ്ട്. CO5 ആണ് അവിടെ നട്ടേക്കണത്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് അരിഞ്ഞാണ് കൊടുക്കണത്. ഷാഫ് കട്ടറിലുണ്ട്. പിന്നെ ഇത് പുല്ല് പാടത്ത് വേനൽക്കാലത്ത് പാടത്തുനിന്ന് സമയം കിട്ടുമ്പോൾ പുല്ലിറക്കും. അപ്പൊ ഇത് ഇപ്പൊ 2 കെട്ട് പുല്ല് ഈ താഴെ നാളെ 2 പശുവിനെ പാടത്ത് കൊണ്ടുപോകില്ല. അപ്പൊ ഇതുപോലത്തെ
ഒരു കെട്ട് പുല്ലാണ് ഒരു പശു ഞാൻ ഒരു ദിവസം കൊടുക്കുള്ളൂ. ഒരു ദിവസം കൊടുക്കുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ അതൊരു കെട്ടൊക്കെ തിന്നു കഴിഞ്ഞാൽ അവർക്ക് വയറിറങ്ങി കിടക്കാൻ ഇപ്പോൾ ഇവരെല്ലാവരും വയറിറങ്ങി നിൽക്കണവരാണ്. ഇവർക്ക് ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം ഒന്നുമില്ല. ഇല്ല, അവരുടെ ഇന്നത്തെ ദിവസത്തെ ഭക്ഷണം കഴിഞ്ഞു. ഞാൻ തീറ്റ കൊടുക്കുന്നതെല്ലാം രാവിലെ കൊടുത്ത് കഴിയും. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് കറവ കഴിഞ്ഞിട്ട് തിരി കൊടുക്കും. ഓക്കെ. ഇതിങ്ങളെ പാടത്ത് കൊണ്ടുവന്ന ചേട്ടൻ എന്താ ഗുണമുള്ളത്? എനിക്ക് അത്രയും ലാഭമാണ് ഈ പൈനാപ്പിളിന്റെ പൈസ വെച്ച് നോക്കുമ്പോൾ. എനിക്ക് ആ 7 പശുവിനുള്ള തീറ്റ ലാഭമാണ്. ഓക്കെ. ഇതിപ്പോ എപ്പോഴും പൈനാപ്പിൾ ഇറക്കുന്നുണ്ട് നമ്മള് ഇവിടെ? ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഇറക്കാറ് സാധാരണ. അതൊരു 30 കെട്ട് ഇറക്കും. അതെ അല്ലേ? വേനൽക്കാലത്ത് കുറവാണെന്ന് പറഞ്ഞു. വേനൽക്കാലത്ത് അങ്ങനെ വേനൽക്കാലത്ത് പൈനാപ്പിൾ ഇറക്കൽ കുറവാണ്. വർഷത്തിലാണ് പൈനാപ്പിൾ കൂടുതൽ ഇറക്കുന്നത്. വർഷക്കാലത്ത് പശുക്കളെ പാടത്തുണ്ടാകാൻ പറ്റൂല. അപ്പൊ ഈ ഒരു പശുവിന് എന്തോരം കൊടുക്കും പൈനാപ്പിൾ തണ്ട്? ഒരു പശുവിന് രാവിലെ 4 ബക്കറ്റ് പൈനാപ്പിൾ തണ്ട് കൊടുക്കും. രാവിലെ ഏകദേശം ഈ ഒരു ബക്കറ്റിനാണ് ചേട്ടനും കൊടുക്കുന്നത് അല്ലേ? ആ ഒരു ബക്കറ്റിനകത്ത് ഇതിങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുക? അപ്പൊ തന്നെ രാവിലത്തേക്കുള്ള മാത്രമേ അരിഞ്ഞ് വയ്ക്കുള്ളൂ. ഇത് പൈനാപ്പിൾ കൊണ്ട് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അത്ര ഇഷ്ടമല്ല. ഒരു ചെറിയ നമ്മൾ വലിച്ച ചോറ് അവർക്ക് നമ്മൾ ടേസ്റ്റോടെ കഴിക്കുന്നതുകൊണ്ട് അവരും നമ്മളെക്കാളും അധികം അവർ ടേസ്റ്റ് നോക്കുന്ന ആൾക്കാരാണ്. അതെ, അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ചെയ്യുള്ളൂ അല്ലേ? ഞാൻ അത് രാവിലെ തന്നെ അരിഞ്ഞാണ് കൊടുക്കും. അപ്പൊ ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് എങ്ങനെയാ? ചാണകം മുറുകിയാണോ പോണേ? എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ? പൈനാപ്പിൾ തന്നെ കൊടുക്കുമ്പോൾ ചാണകം ലൂസായിരിക്കും. അപ്പൊ ഞാൻ അതിന്റെ കൂടെ തീറ്റപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് ഉറക്കും. പിന്നെ പാടത്ത് പോയി തന്നെ പശുക്കളുടെ ചാണകം എല്ലാം ഉറച്ചതായിരിക്കും. ഇപ്പൊ എന്താ പറയാ, വേനൽക്കാലം ആയതുകൊണ്ട് പാടത്ത് പോകണ പശുക്കളുടെ ചാണകം എല്ലാം ഉറച്ചതായിരിക്കും. ഇനിയിപ്പോ ഒരു മാസം കഴിഞ്ഞാൽ പുല്ല് കംപ്ലീറ്റ് ഉണങ്ങും. പിന്നെ ചെറിയ ചെറിയ നാമ്പുകൾ പൊടിച്ചു വന്നതുണ്ടാവും. അപ്പൊ ഈ പശുക്കൾക്ക് എങ്ങനെയാണ് പെല്ലറ്റിന്റെ കൊടുക്കുന്ന രീതിയൊക്കെ എങ്ങനെയാ? പെല്ലറ്റ് കൊടുക്കുന്നത് KSന്റെ സുപ്രീമാണ് കൊടുക്കുന്നത്. ഞാൻ ഒരു ഇളംകുട്ടി പശുവിന് 4 കിലോ ഏകദേശം ഒരു പാത്രം തന്നെ 4 പാത്രം ഇളംകുട്ടിക്ക് കൊടുക്കും. ചെന പിടിക്കുന്ന പശുക്കൾക്ക് 3 പാത്രം ആക്കും. അവന് ഇളംകുട്ടി പശു വാങ്ങിക്കൊന്ന് അത് ചെന പിടിക്കണ വരെ അതിന് 4 പാത്രം കൊടുത്തുകൊണ്ടിരിക്കും. അല്ല, ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. ഇപ്പൊ ആ പശു പ്രസവിച്ചിട്ട് 3 മാസമായി. ആ 4 പാത്രം തീറ്റ ഇപ്പോഴും കൊടുക്കും. ഇനി അത് കുത്തി വെച്ച് ചെന പിടിച്ച് ചെനയിലായി കഴിയുമ്പോൾ കറവ് നിർത്തുന്ന സമയമാവണവരെ ഈ 4 പാത്രം കൊടുത്തുകൊണ്ടിരിക്കും. ഞാൻ കറവ് നിർത്തുന്നതിന് ഒരാഴ്ച മുമ്പാണ് ഈ തീറ്റയിൽ ആ കുറവ് വരുത്തുള്ളൂ. ചെന പിടിച്ച് കഴിയുമ്പോൾ ഈ 4 പാത്രമുള്ളത് 3 പാത്രമാക്കും. കറവ് നിർത്താൻ നേരത്തെ ഒരാഴ്ച ഇവർക്ക് ആ കറവ് നിർത്തേണ്ട പശുവിന് തീറ്റ കൊടുക്കൂല. തിരി കൊടുക്കൂല. പിന്നെ വേറെ ഞാൻ വൈക്കോലും പച്ചവെള്ളം കൊടുക്കുള്ളൂ. വേറെ ഒരു സാധനം കൊടുക്കൂല. ഇപ്പൊ ഞാൻ ചെനക്ക് കുത്തുന്നത് അധികം ഇപ്പൊ ചെന പിടിച്ചേക്കണത് എല്ലാം വെച്ചൂരാണ് കുത്തിയേക്കണത്. 7 വെച്ചൂരിന്റെ ആണ്. അതെന്താ അങ്ങനെ? സാധാരണ നമ്മള് വെച്ചൂരിന് പറയുമ്പോ ഒരു 2 ലിറ്റർ അത്രയല്ലേ കിട്ടുള്ളൂ പ്രസവിച്ചു കഴിഞ്ഞാലും. എനിക്ക് പശു ചെന പിടിക്കണം, പ്രസവിക്കണം. എനിക്ക് ആവശ്യം പാലാണ്, ആവശ്യം കുട്ടിയല്ല. ഇത് പ്രസവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാല് കിട്ടുമോ? ഇത് ഞാനിപ്പോ വെച്ചൂര് കുത്തിയിട്ട് ആദ്യമായിട്ടാണ് ഒരു പശു ചെന പിടിച്ചേക്കണത്. അതായത് പ്രസവം അടുത്ത് നിൽക്കുന്നത്. ഈ വെച്ചൂര് കുത്താനുള്ള കാരണം ഇതിനു മുമ്പ് എനിക്കൊരു പശു പ്രസവത്തിന് ഒരുപാട് താമസം വന്നു. അത് ഞാൻ വാങ്ങിക്കൊടുന്ന പശുവായിരുന്നു. അത് പശുവിനെ പ്രസവത്തോടു കൂടി അത് മരിച്ചും പോയി. അപ്പൊ കിടാവ് ഈ കുട്ടി ഭയങ്കര മുഴുത്തതായിരുന്നു. കിടാവ് അതിൻ്റെ ഉള്ളിൽ കിടന്ന് ചത്തിട്ട് ഈ ഡോക്ടർ വന്ന് 3 പീസായിട്ട് മുറിച്ചെടുത്തു. 3ാമത്തെ പീസ് പോകുന്നില്ല. ഈ അമ്മ ആ പശു മരിച്ചുപോയി. അപ്പോൾ അതിനുശേഷം ഞാൻ പശു വാങ്ങിക്കുകയാണെങ്കിൽ പ്രസവിച്ച പശുക്കളെ വാങ്ങിക്കാറുള്ളൂ. അതും കുട്ടിയില്ലാതെ മേടിക്കാറുള്ളൂ. പിന്നെ ഈ വെച്ചൂരിൻ്റെ സമയം കുത്തുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഞാനിവിടെ ഇത്രയും താഴെയാണ് തൊഴുത്ത്. ഞാൻ വീട്ടിലായിരിക്കും. പശു എങ്ങാനും രാത്രി ഞാൻ ഇല്ലാത്ത സമയത്തെങ്ങാനും പശു പ്രസവിച്ച് കഴിഞ്ഞാൽ അതിനൊരു സുഖപ്രസവം കിട്ടും. കാരണം കുട്ടി ചെറുതായതുകൊണ്ട്. അപ്പൊ എന്റെ അങ്ങനത്തെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാനിപ്പോ ഈ വെച്ചൂർ സമയം കുത്തണത്. അപ്പൊ എത്ര നാളായിട്ടാണ് ഇങ്ങനെ ചെയ്യണേ? ഈ ഒരു പശുവിൽ വെച്ചൂര് കുത്തിവെക്കുന്നത്? വെച്ചൂര് കുത്തിവെക്കുന്നത് ഞാനിപ്പോ ഒരു 1.5 വർഷമായിട്ട് വെച്ചൂരിന്റെ സമയമാണ് കുത്തുന്നത്. അപ്പൊ ഇതുവരെ അത് വിജയകരമായിരുന്നു അല്ലേ? ഈ വെച്ചൂര് സമയം കുത്തുമ്പോൾ ചെന പിടിക്കാൻ എളുപ്പമുണ്ട്. അപ്പൊ ചേട്ടൻ തീറ്റയിൽ എന്തെങ്കിലും പരീക്ഷണങ്ങൾ നടത്താറുണ്ടോ? ഞാൻ തീറ്റയിൽ പരീക്ഷണങ്ങൾ ഒന്നും നടത്താറില്ല. കാരണം ഞാൻ KSന്റെ സുപ്രീം കൊടുക്കുന്നതാണ്. ഇപ്പൊ വർഷങ്ങളായിട്ട് സുപ്രീം തന്നെയാണ് കൊടുക്കണത്. ആ കൊടുക്കുന്ന അളവിലും വലിയ കാര്യമായിട്ട് മാറ്റങ്ങൾ വരുത്താറില്ല. ഞാൻ ഈ ഇളംകുട്ടിക്ക് കൊടുക്കുന്നത് ആ ചെന കേൾക്കുന്നവരാ കൊടുക്കുന്നത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ചേട്ടാ ഈ കാണുന്ന വെള്ളം എന്താണ്? അത് നീറ്റൊക്കെ വെള്ളത്തിലിട്ടാണ്. ഇത് പശുവിന് തീറ്റയിൽ ഒഴിച്ചു കൊടുക്കും. അത് ഓരോ പാത്രം വെച്ച് തീറ്റയിൽ ഒഴിച്ചു കൊടുക്കും. അപ്പൊ കാൽസ്യത്തിന്റെ ആവശ്യമില്ല? കാൽസ്യം പൊടി കൊടുക്കാറില്ല, കാൽസ്യം കയറ്റാറില്ല. ചേട്ടാ അപ്പൊ ഈ തെളിന്ന് പറയുമ്പോ കളക്കാൻ പാടില്ല അല്ലേ? ഇതിപ്പോ നിങ്ങളെ കലക്കി കാണിച്ചതാ. ഇതിന് ഊറി മേളില് നല്ല അതിന് മുകളിലെ തൊഴുത്തില് തെളിവെള്ളം ഇരിപ്പുണ്ട്. അവിടെ ഇപ്പൊ കലക്കിയിട്ട് ഇതിപ്പോ നമ്മള് കലക്കിയതല്ലേ, അവിടെ കൊടുക്കുന്നതിന്റെ വെള്ളം ഇരിപ്പുണ്ട്. ആ ഒരു തെളി മാത്രം നമ്മുടെ പച്ചവെള്ളം മാതിരി വരും അത്. ചേട്ടൻ ഇത് എത്ര നാളായിട്ട് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്? ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇവിടെ ഞാൻ പശുവളത്ത് തുടങ്ങി ചെയ്യണതാ. ചേട്ടൻ എങ്ങനെ ഈ ഐഡിയ കിട്ടിയ? ശരിക്കും
ഇവിടെ അപ്പനായിട്ടൊക്കെ ഇതേമാതിരി കൊടുക്കാറുണ്ട്. ആ അങ്ങനെ നമ്മൾ കണ്ട് ശീലിച്ചാൽ. പിന്നെ അവര് ഉപ്പ് കൊടുക്കാറുണ്ടായി, കല്ലുപ്പിട്ട് വെള്ളം കൊടുക്കാറുണ്ടായി. ഓക്കെ, ചേട്ടൻ ഇപ്പൊ ചെയ്യുന്നുണ്ട് അത്? ഞാൻ ഉപ്പിട്ട് കൊടുക്കാറില്ല. ഇല്ല, ഇല്ല. മാക്സിമം ചില എന്തോരം കുറയ്ക്കാവോ അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ എത്രത്തോളം പാലുൽപാദനം ഉണ്ട് മൊത്തം? എനിക്ക് മൊത്തത്തിൽ ഇപ്പൊ രാവിലെ ഒരു 74 ലിറ്റർ രാവിലെ ഉണ്ട്. അതെങ്ങനെയാണ് പാലിന്റെ വിൽപ്പനയൊക്കെ? പാല് വിൽപ്പന ഞാൻ ലോക്കൽ സെയിൽ എനിക്ക് 20 ലിറ്റർ ഉള്ളൂ, അത്രേ കൊടുക്കണുള്ളൂ. കാരണം തൊട്ടടുത്ത് നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ആൾക്കാർക്ക് മാത്രമേ നേരത്തെ കൊടുക്കുന്നവർക്ക് മാത്രമേ കൊടുക്കണുള്ളൂ. അല്ലാത്തതൊക്കെ ഞാൻ നമ്മുടെ ഒരു സുഹൃത്ത് അവര് ചില്ലറ വിൽപ്പനയുണ്ട് പാക്ക് ചെയ്ത്, അപ്പൊ ബാലൻസ് ഒക്കെ അവർക്ക് കൊടുക്കും. അപ്പൊ നമുക്കൊരു 55 രൂപ അല്ലേ അവര് 55 രൂപയ്ക്ക് നമുക്ക് തരും. നമുക്ക് പിന്നെ അത്ര റിസ്ക് ഇല്ല, കാരണം വെച്ചാൽ വീടുകളിൽ കൊണ്ട് കൊടുക്കണം, അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. ഇത് ഒരുമിച്ച് അവർ എടുത്തോളൂ. അപ്പൊ ചേട്ടന് പശു വളർത്തൽ ലാഭകരമാണോ? പശു വളർത്തൽ എന്നെ സംബന്ധിച്ച് ലാഭമാണ്. കാരണം കറവക്കാശ് കൊടുക്കണ്ട, പിന്നെ നമുക്ക് തൊഴുത്തിന് വാടക, കറണ്ട് കാശ് മാത്രം ഇത് ചെയ്താൽ മതി, തറയ്ക്ക് വാടകയില്ല. പിന്നെ എനിക്ക് സമയം കിട്ടുമ്പോൾ ഇതേമാതിരി പാടത്ത് പോയി പുല്ല് വെട്ടിക്കൊണ്ടിരും, അപ്പൊ തീറ്റക്കാശ് ലാഭമാണ്. അപ്പൊ സ്വന്തം പണി പിന്നെ അല്ലേ, എല്ലാം സ്വന്തമായതുകൊണ്ട് നമുക്ക് ഇത് ലാഭമാണ്. നമ്മളിപ്പോ 2 പശു അല്ലെങ്കിൽ 3 പശു വളർത്തി കഴിഞ്ഞാൽ നമുക്ക് ലാഭം അധികം ഉണ്ടെന്ന് പറയും. ഇതിപ്പോ എണ്ണം കൂടുതലുണ്ട്. ഇപ്പൊ ഞാനിപ്പോ വെച്ചാൽ എനിക്ക് പാല് കുറഞ്ഞ് ഒരുപാട് പാല് കുറഞ്ഞ ഒരു 4 ലിറ്റർ പാലായി കഴിഞ്ഞാൽ ഞാൻ അതിന് കൊടുക്കും, ചെന പിടിച്ചിട്ട് കൊടുക്കും, എന്നിട്ട് വേറെ ഓരോരുത്തരെ മേടിക്കും. അപ്പൊ നമുക്ക് ആ പാല് ഡെയിലി ആ ഒരേ ലെവലിൽ പാല് കിട്ടുന്നത് കൊണ്ട് ആ ഒരു വരുമാനം സ്ഥിരമായിട്ടുണ്ട്. പിന്നെ നമുക്ക് വീട്ടുചെലവിനുള്ള കാശിനുള്ള പാലിന് ഞാൻ മിൽമേൽ അളക്കും. മിൽമേലിന് സബ്സിഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ മിൽമേല് ഇപ്പൊ എല്ലാവരും പറയും മിൽമേല് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാ മുതലാവണം എന്നൊക്കെ ചോദിക്കും. അപ്പൊ മിൽമയുടെ കിട്ടുന്ന പാലിന്റെ പൈസയും സബ്സിഡി, പിന്നെ നമുക്ക് ഓണത്തിന് ബോണസ്, അങ്ങനെ ഓരോരോ തീറ്റയുടെ സബ്സിഡി, ഓരോരോ കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടുന്ന പൈസ എല്ലാം കൂട്ടി പാലിന്റെ പൈസയുടെ കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ 60 രൂപ പാലിന് വില വരും. അപ്പൊ നമുക്ക് മിൽമ കൊടുക്കുന്നതാണ് ലാഭം. അപ്പൊ നമ്മൾ വീടുകളിൽ കൊടുക്കുന്ന 5 രൂപ നമുക്ക് കൂടുതൽ കിട്ടി കഴിഞ്ഞാൽ 5 രൂപയ്ക്ക് 10 രൂപയുടെ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം എത്രത്തോളം ലാഭം വരുമാനം ഉണ്ടാവും? ഏകദേശം പറയുന്നത് എങ്ങനെ പോയാലും 65,000-70,000 രൂപ ഒരു മാസം മിച്ചം പിടിക്കാൻ കിട്ടും. മതി നമുക്ക് ജീവിക്കാനായിട്ട്, ലാവിഷ്യമായിട്ട് ജീവിക്കാം അല്ലേ. അത് അതിനകത്തുനിന്ന് നമ്മൾ ചിട്ടിയും വട്ടിയും ചിട്ടിയും ഒക്കെ പോവുള്ളൂ. ബാലൻസ് എന്തായാലും 70,000 രൂപ എന്തായാലും നമുക്ക് ബാലൻസ് കിട്ടും ഈ പശുക്കളുടെ തീറ്റ ചെലവ് കഴിഞ്ഞിട്ട്. ചേട്ടാ, പശുക്കൾക്ക് ഇവിടെ തൈലേറിയ അല്ലെ അനാപ്ലാസ്മ വരുമ്പോ എന്താ ചെയ്യണേ? തൈലേറിയ അനാപ്ലാസ്മ വരുമ്പോ ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ചാല് മൃഗാശുപത്രി മറ്റേ ഡോക്ടർമാരെ അവര് സുബിയോൺ എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ 1300 സംതിങ് ഇഞ്ചക്ഷൻ എടുത്തു. ഇഞ്ചക്ഷൻ എടുത്തിട്ട് 2 പശുവിനാണ് ആദ്യം ചെയ്തത്. ഈ 2 പശുവിനെയും എനിക്ക് തൊഴുത്തിന്ന് ഒഴിവാക്കേണ്ട ഒരു അവസ്ഥ വന്നു. അതിനുശേഷം എന്നോട് വേറൊരു സുഹൃത്ത് പറഞ്ഞു, ഈ സുബിയോൺ എടുക്കണ്ട, OTC എന്ന് പറഞ്ഞ മരുന്ന് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഈ നിൽക്കുന്ന പശുവിന് തൈലേറിയ അനാപ്ലാസ്മ വന്ന പശുവാണ്. ഈ പശുവിന് ഞാൻ എടുത്തത് OTC ആണ് എടുത്തത്, 3 ദിവസത്തെ ഇഞ്ചക്ഷൻ. അതിന്റെ മരുന്നിന്റെ കുപ്പി ഇവിടെ കാണും. ഇതാണ് ആ മരുന്നിന്റെ കുപ്പി, OTC അല്ലേ. ഇതിന്റെ കൂടെ വേറെ 1-2 മരുന്നുകൾ ഉണ്ട്. അപ്പൊ അത് ഈ വെയിലില് ആണ് അത് ചെയ്യണത്, മസലയിലല്ല, വെയിലിലാണ് അത് അവര് ഡോക്ടർമാർ ചെയ്യണത്. അപ്പൊ അത് 3 ദിവസം വന്ന് എടുത്തു. 3-ാമത്തെ ദിവസം പശു തീറ്റയും വെള്ളമൊക്കെ എടുക്കും, നോർമൽ പാലിലേക്ക് വരും, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇതിനു മുമ്പ് ഉണ്ടായ വേറൊരു പശുവിന് ഇതുപോലെ തന്നെയാണ് തൈലേറിയ വന്നിട്ട് എടുത്തത്. ഇതിപ്പോ ഓരോ സ്റ്റേജുകളിൽ ഇതിപ്പോ എത്രാമത്തെ സ്റ്റേജിലായിരുന്നു ഈ പശു? ഇത് എനിക്ക് 2+ലാണ് ഞാനിത് അറിഞ്ഞത്. ഞാൻ ബ്ലഡ് ചെയ്തത് 2+ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇത് അന്നേരം ഞാൻ ചെയ്തത്, അന്നേരമാണ് ഈ OTC എന്ന് പറഞ്ഞ മരുന്നാണ് ഈ പശുവിന് ചെയ്തത്. നല്ല റിസൾട്ടും ആയിരുന്നു. നല്ല റിസൾട്ട് ആയിരുന്നു. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന അഗസ്റ്റിൻ ചേട്ടൻ്റെ പശു വളർത്തലാണ്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു കാർഷിക വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.